ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇങ്ങോട്ട് നമ്മൾ എത്ര സ്റ്റാമ്പ് ചെയ്ത് എത്ര ദിവസം നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും എന്നുള്ളൊരു സംശയം പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് സിംഗിളായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ പഴയ പോലെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ 13/4/2025 എന്നുള്ള ഡേറ്റ് ഇട്ടിട്ടാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പ്രതീക്ഷയല്ല, നമുക്ക് 90 ഡേയ്സ് തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല. എല്ലാവർക്കും സിംഗിൾ നൈറ്റാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് 30 ഡേയ്സിൻ്റെ സിംഗിളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം മുമ്പ് നമ്മൾ 30 ഡേയ്സിൻ്റെ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ഡേയ്സ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് പല ആളുകൾക്കും 30 ഡേയ്സ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് വ്യാഴാഴ്ച വന്ന അപ്ഡേഷൻ പ്രകാരം പല ആളുകൾക്കും ഇതിപ്പോൾ 20-ാം തീയതി സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഫാമിലി വിസിറ്റ് വിസയാണ് 30 ഡേയ്സിൻ്റെ. VFS അവർ 30 ഡേയ്സ് വെച്ചിട്ട് ആ കോൺസുലേറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 24 ഡേയ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സിംഗിളായാലും മൾട്ടിപ്പിളായാലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ